വിശുദ്ധ കുർബാന ദൈവം നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഈ കുർബാനയെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞാലാണ് നമുക്ക് അതിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുക. കുർബാന എന്ന് പറയുമ്പോൾ ഈശോയുടെ ജനനം, പരസ്യജീവിതം, പീഡാസഹനം, മരണം, ഉത്ഥാനം, ഇത് അടയാളങ്ങളിലൂടെ അനുഷ്ഠിക്കുകയാണ്. അടയാളങ്ങളുടെ അർത്ഥം അറിയില്ലെങ്കിൽ കാണിക്കുന്നതൊക്കെ ഗോഷ്ഠിയാണ്. ഞാൻ ഇങ്ങനെ കാണിച്ചാൽ വരാനാണ്, എൻ്റെ അടുത്തേക്ക് വരാനാണ് എന്ന് അറിയില്ല എന്ന് വിചാരിക്കുക എതിര് നിൽക്കുന്ന ആൾക്ക്. അപ്പോൾ അവർ വിചാരിക്കുക എന്താ പിതാവ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നത്. ഈ അടയാളത്തിൻ്റെ അർത്ഥം അറിയുന്നില്ലെങ്കിൽ അത് കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഗോഷ്ഠിയായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുക, കുർബാനയെക്കുറിച്ച്, കുർബാനയുടെ അടയാളങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് നമുക്കുണ്ടാകണമെന്ന്. ഈശോയുടെ ജനനം, പരസ്യജീവിതം, പീഡാസഹനം, മരണം, ഉത്ഥാനം, ഇത് അടയാളങ്ങളിലൂടെ അനുഷ്ഠിക്കപ്പെടുകയാണ് കുർബാനയിൽ. നമുക്കറിയാം കുർബാനയ്ക്ക് 9 ഭാഗങ്ങളുണ്ട്. സിറോ മലബാർ സഭയിൽ കുർബാനയ്ക്ക് 9 ഭാഗങ്ങളുണ്ട്. ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫുറ, അനുരഞ്ജന ശുശ്രൂഷ 1-ാം ഭാഗം, വിഭജന ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷ 2-ാം ഭാഗം, ദൈവൈക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. ഈ 9 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കുർബാനയിൽ സജീവമായിട്ട് പങ്കുചേരുക. ഞാൻ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ സൂചിപ്പിക്കട്ടെ, കുർബാന എന്ന് പറയുമ്പോൾ അച്ഛനോ മെത്രാനോ മാത്രം ചെല്ലുകയും ആളുകളൊക്കെ അത് കണ്ടുപോവുകയും ചെയ്യുന്നൊരു കാര്യമല്ല. ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച വൈദികനും മാമോദീസായിലൂടെ പൊതു പൗരോഹിത്യം സ്വീകരിച്ച അൽമായരും ഒരുമിച്ചാണ് ബലി അർപ്പിക്കുക. ആ ഒരു കാര്യം ഇന്ന് നമുക്ക് ഉറച്ച ബോധ്യം ഉണ്ടാകണം. മാമോദീസായിലൂടെ പൊതു പൗരോഹിത്യം സ്വീകരിച്ച കോമൺ പ്രീസ്റ്റ്ഹുഡിൽ അംഗങ്ങളായിട്ടുള്ള വ്യക്തികളാണ് ഓരോ അൽമായരും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അച്ഛന്മാർ മാത്രം അറിഞ്ഞാൽ പോരാ, അൽമായരും അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഓരോ അടയാളങ്ങളുടെയും അർത്ഥമെന്ന്. ഇപ്പം നമ്മൾ കുർബാനയ്ക്ക് ഇപ്പം ഇവിടെ കുരിശ് ഉപയോഗിക്കുന്നുണ്ട്. ക്രൂശിത രൂപം കർത്താവിൻ്റെ കുരിശ് മരണത്തെ സൂചിപ്പിക്കുന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ മാർത്തോമ കുരിശ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം അടയാളങ്ങളാണ്. പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞിട്ടുള്ള ഈശോയെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ് ക്രൂശിത രൂപവും മാർത്തോമ കുരിശും. ഇനി വിളക്ക്, ഇത് ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുർബാനയിൽ ഉപയോഗിക്കുന്നത്. ഒരു അടയാളമാണത്. ഇനി നമ്മളറിയാം കാസ, പീലാസ, ഇതെല്ലാം കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നമ്മളറിയണം. തിരുപാത്രങ്ങളാണിതൊക്കെ. ഇനി കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളുണ്ട്. ആ തിരുവസ്ത്രങ്ങൾക്കും സൂചിപ്പിക്കുന്ന അർത്ഥമുണ്ട്. ഈ കൊത്തീന എന്ന് പറയുന്ന നീണ്ട ഉടുപ്പ് വൈദികൻ ആദ്യം ധരിക്കുമ്പോൾ ഇത് പുതിയ മനുഷ്യനെ സൂചിപ്പിക്കുന്ന തിരുവസ്ത്രമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഇത് ധരിക്കുന്ന ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച വൈദികനും പൊതു പൗരോഹിത്യം സ്വീകരിച്ച എല്ലാ അൽമായരും പുതിയ മനുഷ്യരായിട്ട് വേണം ബലി അർപ്പിക്കാനെന്ന് ഓർപ്പിക്കുന്ന തിരുവസ്ത്രമാണിത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇനി ഇതാണ് ഊറാറ. വൈദികര് കുർബാനയ്ക്കും ഇങ്ങനെ ധരിക്കുന്നില്ലേ? ഊറാറ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ഇത് വൈദികൻ ധരിക്കുമ്പോൾ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച വൈദികനും പൊതു പൗരോഹിത്യം സ്വീകരിച്ച അൽമായരും പരിശുദ്ധിയുള്ളവരായിരിക്കണം കുർബാനയ്ക്ക് അണയുമ്പോൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരുവസ്ത്രം ധരിക്കുന്നത്, എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട്. ഇനി അരക്കെട്ട് സൂനാറ, ശുദ്ധതയെ സൂചിപ്പിക്കുന്ന തിരുവസ്ത്രമാണ്. ഇത് ധരിക്കുമ്പോൾ ബലി അർപ്പിക്കുന്ന ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച വൈദികനും പൊതു പൗരോഹിത്യം സ്വീകരിച്ച അൽമായരും ശുദ്ധത പാലിക്കുന്നവരാകണം ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും. ഞാൻ പറയാ, നമ്മളെപ്പോഴും TWD ടെസ്റ്റ് നടത്തണം എന്ന് പറയും. തോട്ട്സ്,
വേർഡ്സ് ഡീഡ്സ്. അതാണ് TWD ടെസ്റ്റ്. തോട്ട്സ് വേർഡ്സ് ഡീഡ്സ്. TWD ടെസ്റ്റ് നടത്തണം. എന്നിട്ട് റേഞ്ച് കുറച്ച് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ സെൽഫ് കൺട്രോൾ ടാബ്ലറ്റ്സ് കഴിക്കണം. കുറച്ചുകൂടി കയറി നിൽക്കുകയാണെങ്കിൽ കൺഫെഷൻ ടാബ്ലറ്റ് കഴിക്കണം. കുറച്ചുകൂടി കയറി നിൽക്കുകയാണെങ്കിൽ റിട്രീറ്റ് ടാബ്ലറ്റ്സ് കഴിക്കണം. അപ്പോൾ ശുദ്ധത പാലിക്കുന്നവരായിട്ട് വേണം ബലിയർപ്പിക്കാനായിട്ട്. നമ്മൾ ഏറ്റവും മുകളിൽ വൈദികർ ധരിക്കുന്ന കാപ്പ, ഇത് നീതിയെ സൂചിപ്പിക്കുന്ന വസ്ത്രമാണ്. കാപ്പ നീതിയെ സൂചിപ്പിക്കുന്നു. ബലിയർപ്പിക്കുന്ന വൈദികനും സമൂഹവും നീതി പാലിക്കുന്നവരാകണമെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ കുപ്പായിട്ട് നിൽക്കുന്ന അച്ഛന്മാർ. നീതി പാലിക്കുന്നവരാകണം. കൊത്തീന പുതിയ മനുഷ്യനെ സൂചിപ്പിക്കുന്നു. ഊറാറ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. സൂനാറ ശുദ്ധതയെ സൂചിപ്പിക്കുന്നു. കാപ്പ നീതിയെ സൂചിപ്പിക്കുന്നു. നമ്മൾ വസ്തുക്കൾക്ക്, ഓരോ തിരുവസ്ത്രങ്ങൾക്കും പ്രത്യേകം സൂചിപ്പിക്കുന്ന അർത്ഥമുണ്ട്. ആ അടയാളങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇതുകൂടാതെ വ്യക്തികൾക്കും സൂചിപ്പിക്കുന്ന അർത്ഥമുണ്ട്. വൈദികൻ ഈശോയെ സൂചിപ്പിക്കുന്നു. ശുശ്രൂഷികൾ മാലാഖമാരെ സൂചിപ്പിക്കുന്നു. സമൂഹം സ്വർഗീയ ആരാധന സമൂഹത്തെ സൂചിപ്പിക്കുന്നു. നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് യാത്ര പറയണം. നമ്മളിവിടുന്ന് പോയിട്ട് എങ്ങോട്ടാ പോകുന്നറിയാവോ? സ്വർഗത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക്. അവിടെ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന ആരാധന വൃന്ദമായി മാറാൻ പോവാണ്. ആ വരാനിരിക്കുന്ന സ്വർഗീയ ആരാധന സമൂഹത്തെയാണ് കുർബാനയുടെ സമയത്ത് സമൂഹം സൂചിപ്പിക്കുന്നത്. ഇതിനൊക്കെ അർത്ഥമുണ്ട്. സമൂഹം സ്വർഗീയ ആരാധന സമൂഹത്തെ സൂചിപ്പിക്കുന്നു. അടയാളത്തിന് അർത്ഥമുണ്ട്. ശുശ്രൂഷികൾ മാലാഖമാരെ സൂചിപ്പിക്കുന്നു. വൈദികൻ ഈശോയെ സൂചിപ്പിക്കുന്നു. ഇനി സ്ഥലങ്ങൾക്ക് അർത്ഥമുണ്ട്. ഈ ബലിപീഠം ഇരിക്കുന്ന മദ്ബഹ, അത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് പറയുന്ന പേരാണ് ഹൈക്കല. ഭൂമിയെ സൂചിപ്പിക്കുന്നു. കണ്ടോ? ഭൂമിയെ സൂചിപ്പിക്കുന്ന ഹൈക്കലായിൽ ജനങ്ങൾ നിൽക്കുന്നു. സ്വർഗത്തെ സൂചിപ്പിക്കുന്ന മദ്ബഹായിൽ വൈദികൻ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മദ്ബഹയ്ക്ക് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടം. അങ്ങനെ കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെ മദ്ബഹ സൂചിപ്പിക്കുമ്പോൾ ഈ ബലിപീഠം കർത്താവിൻ്റെ കല്ലറയെ സൂചിപ്പിക്കുന്നു കുർബാനയിൽ. വേറൊരു സമയത്ത് ഈ ബലിപീഠം ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണെന്നറിയാവോ? അച്ഛൻ വന്നിട്ട് ബലിപീഠത്തിൻ്റെ 3 ഇടങ്ങളിൽ ചുംബിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ 3 ഇടങ്ങളിൽ ചുംബിക്കുമ്പോൾ ബലിപീഠം ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനത്തെയാണ് സൂചിപ്പിക്കുക. ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനത്തോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ടാണ് വൈദികൻ ബലി തുടരുക. അനാഫ്രയ്ക്ക് മുമ്പായിട്ടാണ് അത് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. ഇനി സമാധാനം ആശംസിക്കുന്നതിന് മുമ്പായിട്ട് അച്ഛൻ ബലിപീഠത്തിൽ ഒന്ന് ചുംബിച്ചിട്ടാണ് സമാധാനം ആശംസിക്കുക. അപ്പോൾ ഈ ബലിപീഠം കർത്താവിൻ്റെ കല്ലറയെ സൂചിപ്പിക്കുന്നു. ശൂന്യമായ കല്ലറ. ശൂന്യമായ കല്ലറ ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ശൂന്യമായ കല്ലറയെ സൂചിപ്പിക്കുന്ന ബലിപീഠത്തിൽ ചുംബിച്ചുകൊണ്ട് വൈദികൻ സമാധാനം ആശംസിക്കുമ്പോൾ ഈ സമാധാനം ഉത്തിതനായ ഈശോയുടെ സമാധാനമാണെന്നാണ് സൂചന. ഇതൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? അപ്പോൾ ആ സമാധാനം സ്വീകരിക്കുന്ന ഓരോരുത്തരും എന്നിട്ട് പരസ്പരം കൈമാറുന്നു. ഉത്തിതനായ ഈശോയുടെ സമാധാനമാണ് കൈമാറുന്നത്. ഇങ്ങനെ കൈമാറുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ബലി അർപ്പിക്കാനായിട്ട് ബലിപീഠത്തിലേക്ക് അണയുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബലിവസ്തുക്കൾ ബലിപീഠത്തിൽ വെക്കുക. ആദ്യം പോയി അവനുമായി രമ്യപ്പെട്ടു വാ, എന്നിട്ട് മതി എനിക്ക് നിന്റെ ബലി എന്ന് പറഞ്ഞില്ലേ കർത്താവ് തിരുവചനങ്ങളിൽ? മത്തായി 5:23-24. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഈശോയെ എനിക്ക് ഈ ലോകത്തിൽ ആരോടും വെറുപ്പില്ല, വൈരാഗ്യമില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കിയേ നമ്മുടെ ഉള്ളിലെ ഇരിപ്പും നമ്മൾ ചെയ്യുന്ന ഈ അടയാളത്തിൻ്റെ അർത്ഥവും. അതുകൊണ്ട് ഓരോ അടയാളങ്ങൾക്കും അർത്ഥമുണ്ട്. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഓരോ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനായിട്ട്. നമ്മൾ തിരുവസ്ത്രങ്ങളെക്കുറിച്ച് കണ്ടു. വിളക്ക്, കുരിശ്, കാസ, പീലാസ് നമ്മൾ ഉപയോഗിക്കുന്ന തിരുപാത്രങ്ങൾ. ഇനി ഞാൻ കുർബാനയുടെ
ആദ്യ ഭാഗത്തേക്ക് വരികയാണ്. ആമുഖ ശുശ്രൂഷ. ആമുഖ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ അന്നാ പെസഹ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ടാണ്. കർത്താവ് നൽകിയ കൽപ്പനയെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ബലിയർപ്പിക്കാനായിട്ട് ആരംഭിക്കുന്നത്. ആമുഖ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് തന്നെ കർത്താവ്, നീ അന്ന് പറഞ്ഞില്ലേ ബലി തുടരാനായിട്ട്, ഞങ്ങളുടെ നിന്റെ കൽപ്പന അനുസരിച്ച് ഒരുമയോടെയാണ് ഈ ബലി അർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് കുർബാന ആരംഭിക്കുന്നത്. എനിക്ക് വളരെയേറെ വേദനയുണ്ട്. നമ്മൾ എന്തുമാത്രം ആത്മാർത്ഥതയോടെയാണ് നമ്മളെല്ലാവരും, സഭയിൽപ്പെട്ട എല്ലാവരും ഒരുമയോടെയാണ് ബലിയർപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ് ഇറ്റ് എ സ്കാൻഡൽ ടു ദ പബ്ലിക്? മനസ്സിൽ എനിക്ക് ആരോടും ഈ ലോകത്തിൽ വെറുപ്പും വൈരാഗ്യമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണോ ഞാൻ ബലി അർപ്പിക്കുന്നത്? നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ ആരെയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണ്ട, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക ഓരോരുത്തരും. അങ്ങനെ ഒരുമയോട് ഈ ബലി അർപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ ബലി ആരംഭിക്കുകയാണ്. എന്നിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത്, അന്ന് നസറത്തില് ബേത്ലഹേത്തെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നപ്പോൾ മാലാഖമാര് പാടിയ പാട്ട് പാടിക്കൊണ്ടാണ് കുർബാന ആരംഭിക്കുക. അത്യുന്നതമാം സ്വർലോകത്തിൽ. എന്ത് രസമാണ് മാലാഖമാരോടി പാടാനായിട്ട്. ഈശോയുടെ ജനനം ഓർത്തുകൊണ്ടാണ് നാം ബലി ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പാ എന്ന് ഒരുമിച്ച് വിളിക്കുകയാണ്. അപ്പ എന്ന് ആരെ വിളിക്കുക? മക്കള്. മക്കളാണെങ്കിൽ സഹോദരി സഹോദരന്മാരാണ്. ജാതി മതഭേദമന്യേ ഈ ലോകത്തുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് ഏറ്റുപറയുന്ന ഒരു വിളിയാണ് ഈ കുർബാനയുടെ ആരംഭത്തിൽ. അപ്പാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. ജാതി മതഭേദമന്യേ എല്ലാവരെയും എൻ്റെ സഹോദരി സഹോദരങ്ങളായിട്ട് കാണാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്തിട്ട് വേണം ബലിയിൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിച്ചപേക്ഷിക്കാൻ. ഇത് കഴിഞ്ഞ് സങ്കീർത്തനം ആലപിക്കുന്നു. സങ്കീർത്തനം നമുക്കറിയാം, ദാവീദ് ആടുകളെ പുൽത്തകടിൽ മേയിക്കാൻ വിട്ടിട്ട് ദൈവത്തിൻ്റെ പരിപാലന, തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ പരിപാലനയെ ഓർത്ത് സങ്കീർത്തനങ്ങൾ ആലപിക്കാറുണ്ട്. ആ ദാവീദിനോട് ചേർന്നാണ് നമ്മൾ ഈ സങ്കീർത്തനം ആലപിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം വർഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളെ ഓർത്ത് സങ്കീർത്തനം ആലപിച്ച് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ സങ്കീർത്തനം ആലപനം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഉത്ഥാനഗീതം. ഈശോയുടെ ഉത്ഥാനവും മരണശേഷമുള്ള നമ്മുടെ ഉയർപ്പും ഓർക്കുന്ന സമയമാണ് സർവാധിപനാം കർത്താവേ. ആ ഉത്ഥാനഗീതം പാടുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ സ്ഥിരമായിട്ടുള്ളവരല്ലെന്നുള്ളൊരു ചിന്തയൊക്കെ കൊണ്ടുവരാൻ നല്ലത്. ആ സമയത്ത് ഞാൻ മരണശേഷം ഉയർത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ളവനാണെന്നുള്ള ചിന്ത എനിക്ക് എന്നിലേക്ക് ഞാൻ കൊണ്ടുവരണം ഈ സമയത്ത് ഉത്ഥാനഗീതം ആലപിക്കുമ്പോൾ. അതുപോലെ എനിക്ക് മുൻപേ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം ഞാൻ ഏറ്റുപറയുകയും വേണം ആ സമയത്ത്. ഇത്രയും കഴിയുമ്പോൾ ആമുഖ ശുശ്രൂഷ കഴിയുന്നു. ഇനി വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. കുർബാനയുടെ രണ്ടാമത്തെ ഭാഗമാണ് വചന ശുശ്രൂഷ. അത് ത്രൈശുദ്ധ കീർത്തനത്തോടു കൂടിയാണ് ആരംഭിക്കുക. സർവേശ, ബലവാനെ, അമർത്യനെ, ഈ മൂന്ന് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവത്തെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് വചനം കേൾക്കാൻ പോകുന്നതിലുള്ള ആനന്ദം പ്രകടിപ്പിക്കുകയാണ് ത്രൈശുദ്ധ കീർത്തനം ആരംഭിക്കുമ്പോൾ. സാധാരണഗതിയിൽ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ കൊച്ചു കുട്ടികൾ കുഞ്ഞി പാവാടയൊക്കെ ഇട്ടിങ്ങനെ ശബ്ദമുയർത്തി പാടിടുവി എന്നൊക്കെ പാടുമ്പോൾ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ശരിക്കും അതാണ് അതിൻ്റെ ആ സമയത്തെ ആ ഉദ്ദേശിക്കുന്ന ചിന്ത. സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി പാടുന്ന പാട്ടാണത്. കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോകുന്നതിലുള്ള ആനന്ദമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ വചനം വായിക്കുമ്പോൾ 4 വായനകളാണുള്ളത്. ഒന്ന് പഞ്ചഗ്രന്ഥിയിൽ നിന്നും, പിന്നെ പഞ്ചഗ്രന്ഥി ഒഴികെയുള്ള പഴയ നിയമഭാഗത്ത് നിന്ന് 2ാമത്തെ വായന, ലേഖനഭാഗത്ത് നിന്ന് 3ാമത്തെ വായന, പിന്നെ സുവിശേഷം. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദമാണ്, കർത്താവിൻ്റെ വചനമാണ് നാം കേൾക്കുന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാനൊരു കുടുംബ യൂണിറ്റിന് ചെന്നപ്പോൾ അവിടെ ചെറിയ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ അതിൻ്റെ ഒരു ബോക്സ് ആ മുറിയുടെ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടി, കുഞ്ഞു കൊച്ച് ആ സ്പീക്കറിൻ്റെ അടുത്ത് പോയിരിക്കും ചെവി വെച്ചിട്ട്. ആ കുട്ടിയുടെ അപ്പനാണ് ആ യൂണിറ്റിലെ ട്രഷറർ. അദ്ദേഹം വന്ന്
മൈക്രോഫോൺ എടുത്ത് കണക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കി ആ കൊച്ചുകുട്ടി സ്പീക്കറിൽ കൂടെ വരുന്ന സൗണ്ട് കേട്ടിട്ട് അവളെ ഇരുന്ന് ഒന്നുകാലും തുള്ളിച്ചാടി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അപ്പൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ സന്തോഷം. വാസ്തവത്തിൽ കർത്താവിൻ്റെ വചനം കുർബാനയിൽ വായിച്ച് കേൾക്കുമ്പോൾ ആ കുഞ്ഞു കൊച്ചിനുള്ള സന്തോഷം നമുക്കുണ്ടാകണം. എൻ്റെ അപ്പൻ്റെ വചനമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഉണ്ടോ നമുക്ക് എന്നുള്ള ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. അത് കഴിഞ്ഞ് കാറോസൂസ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ വായിച്ചു കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു, പ്രതികരിക്കുന്നു. അതാണ് കാറോസൂസ പ്രാർത്ഥന. ഇത്രയും കഴിയുമ്പോൾ വചന ശുശ്രൂഷ കഴിഞ്ഞു, രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു. മൂന്നാമത്തെ ഭാഗമാണ് ഒരുക്ക ശുശ്രൂഷ. ഒരുക്ക ശുശ്രൂഷയിൽ നമ്മൾ കാസയിൽ വീഞ്ഞൊഴിക്കുമ്പോൾ ഈശോ രക്തം ചിന്തിയതിനെയാണ് സൂചിപ്പിക്കുക. പിന്നെ 2 തുള്ളി വെള്ളം ഒഴിക്കുന്നുണ്ട്. കർത്താവിൻ്റെ തിരുവിലാവ് കുന്തം കൊണ്ട് പിളർന്നപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകിയ സംഭവമാണ് നമ്മൾ ഓർക്കുക. തന്നെയല്ല, വീഞ്ഞ് ഈശോയെ സൂചിപ്പിക്കുന്നു, വെള്ളം നമ്മളെ സൂചിപ്പിക്കുന്നു. വീഞ്ഞും വെള്ളവും കൂടി കലരുന്ന പോലെ ഞാനും യേശുവും ഒന്നായി ചേർന്ന് ബലിയർപ്പിക്കണം എന്നുള്ള സൂചന കൂടി ഈ അനുഷ്ഠാനത്തിലുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പീലാസയിൽ കുരിശടയാളത്തിൽ ഓസ്തി വയ്ക്കുന്നുണ്ട്. ഈശോയെ യൂതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ ഒരു സംഭവം പ്രത്യേകമായിട്ട് ഓർക്കുന്ന നിമിഷമാണത്. കാസിയും പിലാസയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബലിപീഠത്തിന് നടുവിലേക്ക് വൈദികൻ വരുമ്പോൾ കാൽവരി കുന്നിലേക്ക് കുരിശു ചുമന്ന് പോകുന്ന യേശുവിൻ്റെ പീഡാനുഭവ രംഗമാണ് നാം ഓർക്കുക. കാഴ്ചവെപ്പിൻ്റെ സമയത്ത് കാസിയും പിലാസയും കുരിശാകൃതിയിൽ ഉയർത്തുമ്പോൾ ഈശോയുടെ കുരിശുമരണം, കാസിയും പിലാസിയും ബലിപീഠത്തെങ്കിൽ ഇറക്കി വയ്ക്കുമ്പോൾ കർത്താവിൻ്റെ മൃതശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു. ശോശപ്പ് കൊണ്ട് ബലിവസ്തുക്കൾ മൂടുമ്പോൾ കർത്താവിൻ്റെ കല്ലറവാതിൽ കല്ലുരുട്ടി മൂടുന്നു. ഇങ്ങനെ ഓരോ അനുഷ്ഠാനങ്ങൾക്കും കുർബാനയിൽ അർത്ഥമുണ്ട്. നമ്മൾ ഈ അനുഷ്ഠാനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി കൊണ്ടുവേണം ബലിയിൽ പങ്കുചേരാനായിട്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരുക്ക ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് സമർപ്പിക്കണം കർത്താവിന്. ഈ അപ്പവും വീഞ്ഞും മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. അനേകം ഗോതമ്പ് മണികൾ ഒരുമിച്ച് ചേർന്നാണ് ഈ അപ്പം ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ അധ്വാന ഫലമാണ് ഗോതമ്പ്. അനേകം ഗോതമ്പ് മണികൾ ഒരുമിച്ച് കൂടി അപ്പം ഉണ്ടാകുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ ഗോതമ്പ് മണി പോലെയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ ശരീരമായി മാറാനുള്ളവരാണ്. നമ്മുടെ അധ്വാനം നാം സമർപ്പിക്കണം. നമ്മുടെ അധ്വാന ഫലമാണ് ഈ ഗോതമ്പപ്പം. സ്നേഹവും ഐക്യവും നമ്മിൽ ഉണ്ടാകണം. അതും ഈ ഗോതമ്പപ്പം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. വീഞ്ഞ് അനേകം മുന്തിരിപ്പഴങ്ങൾ ഞെക്കിപ്പിഴിഞ്ഞ് ആ മുന്തിരിച്ചാറാണ് വീഞ്ഞായിട്ട് മാറുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും സഹനങ്ങളെല്ലാം ഏറ്റെടുത്ത് സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നായി ചേർന്ന് യേശുവിൻ്റെ രക്തമായി മാറണം. നമ്മളൊക്കെ കർത്താവിൻ്റെ മിസ്റ്റിക്കൽ ബോഡിയാന്ന് പറയും. കർത്താവ് ശിരസ്, നമ്മളൊക്കെ അവയവങ്ങൾ. ഒരവയവത്തിന് വേദന വന്നാൽ അത് നമ്മുടെ ശരീരത്തെ മുഴുവൻ ബാധിക്കണം. അതാണ് മിസ്റ്റിക്കൽ ബോഡി, ഭൗതിക ശരീരം കർത്താവിൻ്റെ. ഈ അപ്പവും വീഞ്ഞും നമ്മൾ ഓർപ്പിക്കുന്ന വലിയൊരു കാര്യം ഇക്കാര്യമാണ്. ഒരുക്ക ശുശ്രൂഷയിൽ നമ്മൾ തോമാസ് ലീഗ, രക്തസാക്ഷികൾ, വിശുദ്ധർ, മാതാവ്, ഔസപിതാവ് ഇവരൊക്കെ ഓർക്കുന്ന ദിവ്യരഹസ്യഗീതം ആലപിക്കുന്നുണ്ട്. ഒരുക്ക ശുശ്രൂഷ കഴിഞ്ഞാൽ 4ാമത്തെ ഭാഗമാണ് അനാഫുറ. അനാഫുറയിൽ 4 ഭാഗങ്ങളുണ്ട്. അനാഫുറയുടെ ആദ്യത്തെ ഭാഗം പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്ന പ്രണാമജപ പ്രാർത്ഥനയാണ്. നീണ്ട പ്രാർത്ഥന, പ്രണമിച്ചുകൊണ്ട് ചെല്ലുന്ന പ്രാർത്ഥന എന്നാണ് അതിൻ്റെ സൂചന. അതിൻ്റെ അവസാനമാണ് വൈദികൻ, കാർമ്മികൻ ബലിപീഠം ചുംബിച്ചുകൊണ്ട് സമാധാനം ആശംസിക്കുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ബലിപീഠം കർത്താവിൻ്റെ കല്ലറയെ സൂചിപ്പിക്കുന്നു. ശൂന്യമായ കല്ലറ ഉത്തിതനായ ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ശൂന്യമായ കല്ലറയെ സൂചിപ്പിക്കുന്ന ബലിപീഠത്തിൽ ചുംബിച്ചുകൊണ്ട് വൈദികൻ സമാധാനം ആശംസിക്കുമ്പോൾ ഉത്തിതനായ ഈശോയുടെ സമാധാനമാണ് കൈമാറുന്നത്.
അത് പരസ്പരം കൈമാറുമ്പോൾ ആരോടും വെറുപ്പും വൈരാഗ്യമില്ലെന്ന് ഉറപ്പ് വരുത്തുകയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഈ സമാധാനാശംസ ഒന്നാമത്തെ പ്രണാമജപം കഴിഞ്ഞു വരുന്നു. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രണാമജപം ത്രിത്വൈക ദൈവത്തെ സൂചിപ്പിക്കുന്ന പ്രണാമജപമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെ പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് ചൊല്ലുന്ന പ്രണാമജപ പ്രാർത്ഥനയുടെ സമാപനത്തിലാണ് ഓശാന ഗീതം വരിക. യെശയ്യാ പ്രവാചകന്റെ ദർശനത്തിലെ മാലാഖമാരുടെ ആ ഗീതം, ഒപ്പം തന്നെ അത് പാടുമ്പോൾ നമ്മൾ ജെറുസലേമിലേക്ക് ഈശോ കഴുതപ്പുറത്ത് വരുന്ന ആ സമയത്ത് ഓശാന പാടി ജനങ്ങളെ കൂടി ഓർക്കുന്നു. അപ്പോൾ ഓശാന ഗീതം ഒന്നാമത്തെ പ്രണാമജപം കഴിഞ്ഞിട്ടാണ് സമാധാനാശംസ, രണ്ടാമത്തെ പ്രണാമജപം കഴിഞ്ഞിട്ടാണ് ഓശാന ഗീതം. ഇത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ പ്രണാമജപം വരുന്നത്. ആ മൂന്നാമത്തെ പ്രണാമജപം ഈശോയെ സംബന്ധിച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ്. അതിൻ്റെ നടുവിലായിട്ടാണ് കൂദാശവചന പ്രാർത്ഥന വരുന്നത്. കൂദാശവചന പ്രാർത്ഥന ചൊല്ലുമ്പോൾ കാസയിൽ രക്തം, പീലാസയിൽ ശരീരം. ഈ ശരീരരക്തങ്ങളുടെ വേർതിരിവ് മരണത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ മാറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തി മരിക്കും. കാസയിൽ രക്തം, പീലാസയിൽ ശരീരം. ശരീരരക്തങ്ങളുടെ വേർതിരിവ് മരണത്തെ സൂചിപ്പിക്കുന്നു. ഒപ്പം കൂദാശവചനം ചെല്ലുമ്പോൾ സെഹിയോൻ ശാലയിൽ വെച്ച് ഈശോ കുർബാന സ്ഥാപിച്ച നിമിഷങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രണാമജപം ഇതുപോലെ കൂദാശവചനം സെൻറ്ററായിട്ട് വരുന്ന പ്രണാമജപ പ്രാർത്ഥനയാണ്. ഇതിൻ്റെ അടുത്ത പ്രണാമജപമാണ് നാലാമത്തെ പ്രണാമജപ പ്രാർത്ഥന. അത് പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ആ പ്രാർത്ഥന, നീണ്ട പ്രാർത്ഥനയുടെ അവസാനമാണ് റൂഹാഷണ പ്രാർത്ഥന അച്ഛൻ ചെല്ലുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിൻ്റെ ശരീരക്തമാക്കി മാറ്റുന്ന പ്രക്രിയ പൂർത്തീകരിക്കുന്ന നിമിഷങ്ങളാണത്. ദ ഹോൾ അനാഫ്ര ഈസ് കോൺസെക്രേറ്ററി എന്ന് പറയുമ്പോൾ അനാഫ്രയുടെ ആരംഭം മുതൽ അവസാനം വരെ മുന്തിരിച്ചാറും ഗോതമ്പപ്പവും കർത്താവിൻ്റെ ശരീരക്തമായി മാറുന്ന പ്രക്രിയ നടക്കുമെന്നാണ് സൂചന. അതുകൊണ്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്നു അനാഫ്ര മുഴുവനും. ഇനി അനാഫ്ര കഴിഞ്ഞാൽ അടുത്ത ഭാഗമാണ് അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗം. അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗം ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ വന്ന മുറിവുണക്കുന്ന ഭാഗമാണ്. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ വന്ന മുറിവുണക്കുന്ന ഭാഗമാണ്. നമ്മൾ ഏതൊരു പാപം ചെയ്യുമ്പോഴും ദൈവവുമായുള്ള ബന്ധം മുറിയും, മനുഷ്യനുമായുള്ള ബന്ധം മുറിയും. ഈ രണ്ട് തലത്തിലുള്ള മുറിവുണക്കൽ കുർബാനയിലുണ്ട്. ഈ രണ്ട് തലത്തിൽ മുറിവുണക്കുന്ന ഭാഗങ്ങളാണ് അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗവും അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗവും. അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗത്ത് കലഹം മാറ്റാം, ഭിന്നത നീക്കിയിടാം, അവിടെ മനുഷ്യനുമായുള്ള ബന്ധത്തിൽ വന്ന് മുറിവുണക്കുന്ന ഭാഗമാണ്. ഇവിടെ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ വന്ന് മുറിവുണക്കുന്ന ഭാഗമാണ്. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. അവിടെ കലഹം മാറ്റാം, ഭിന്നത നീക്കാം, സ്നേഹത്തിലാകാം, ആ ഒരു ചിന്ത. മനുഷ്യനുമായുള്ള ബന്ധത്തിൽ വന്ന മുറിവുണക്കുന്ന ഭാഗം. ഈ രണ്ട് ഭാഗങ്ങൾക്ക് നടുവിലാണ് വിഭജന ശുശ്രൂഷ വരുന്നത്. തിരുവോസ്തി രണ്ടായിട്ട് മുറിക്കുമ്പോൾ ഈശോയുടെ മരണത്തെയാണ് അനുഷ്ഠാനം സൂചിപ്പിക്കുക. വിഭജിച്ച ഭാഗങ്ങൾ തിരുരക്തത്തിൽ മുക്കുമ്പോൾ ശരീരവും രക്തവുമായുള്ള സംയോജനം. പിന്നെ വിഭജിച്ച ഭാഗങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ ഈശോയുടെ ഉത്ഥാനം. ഇവിടെ കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും അടയാളങ്ങളിലൂടെ അനുഷ്ഠിക്കപ്പെടുകയാണ്. ഓർക്ക മാത്രമല്ല, എനിക്കിത് എങ്ങനെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. ആക്ച്വലി ടേക്കിംഗ് പ്ലേസ്. അത്രയും പ്രാധാന്യമുണ്ട് കുർബാനയിൽ. കർത്താവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും, അന്ന് കാൽവരി കുന്നിൽ കർത്താവ് കുരിശിൽ മരിച്ചില്ലേ, ഈശോ അവിടെ ഉത്ഥാനം ചെയ്തില്ലേ, അത് ഇവിടെ ഈ അൾത്താരയിൽ കുർബാനയിൽ ഇറ്റ്സ് ആക്ച്വലി ടേക്കിംഗ് പ്ലേസ് ത്രൂ ദീസ് സൈൻസ് ഓഫ് ബ്രെഡ് ആൻഡ് വൈൻ. അത്രയും വിശ്വാസത്തോടുകൂടിയാണ് കുർബാനയിൽ പങ്കുചേരാനായിട്ട്. ഈശോ സന്നിഹിതനാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, പരിപാലിക്കുന്ന നാം എവിടെയാണ് ചെന്നെത്തേണ്ടത്? ആ ദൈവം അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ഇവിടെ സന്നിഹിതനാണ് കുർബാനയിൽ. ആ ഈശോയുടെ സാന്നിധ്യം ഉൾക്കൊണ്ടാൽ
ഒരിക്കലും മനസ്സിൽ ചെറിയൊരു വെറുപ്പോ വൈരാഗ്യമോ വെച്ച് ബലി അർപ്പിക്കാൻ പറ്റില്ല ശരിക്കുള്ള വിശ്വാസമുള്ള ഒരാൾക്ക്. കാരണം പൗലോസ്ലീഹ പറയുന്നുണ്ട്, അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുക പാനം ചെയ്യുക എന്ന്. അനുരഞ്ജന ശുശ്രൂഷയിൽ നമ്മൾ മനസ്സിലെ എല്ലാ കറകളും നീക്കിക്കളയണം. എന്നോട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാനതെല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറാകണം. അല്ലെങ്കിൽ ഇറ്റ്സ് എ പബ്ലിക് സ്കാൻഡൽ. പ്രത്യേകിച്ച് ഞങ്ങൾ മെത്രാന്മാരും വൈദികരും സമർപ്പിതരും ഒക്കെ എന്തെങ്കിലും ചെറിയൊരു വ്യക്തിബന്ധങ്ങളിൽ മുറിവുകളായിട്ട് ബലിയർപ്പിച്ചാൽ അത് വലിയൊരു ഉതപ്പാണ് സമൂഹത്തിന്. അതൊരു വിശ്വാസക്കുറവാണ് ശരിക്കും. അപ്പം അതുകൊണ്ട് ഉത്തിതനായ യേശുവിനെ ഇവിടെ തിരുവോസ്തിയിൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് കാണാൻ എനിക്ക് സാധിക്കണം. എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാർ തിരുവോസ്തി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ കണ്ണു തുറക്കപ്പെട്ടു, യേശുവിനെ കണ്ടു എന്ന് വ്യക്തമായിട്ട് പറയുന്നു. എൻ്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് യേശുവിനെ കാണാൻ എനിക്ക് കഴിയണം. ഇതാ യഥാർത്ഥത്തിൽ ഈശോയുടെ സന്നിഹിതനാകുന്നു. ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനവും ആക്ച്വലി ടേക്കിംഗ് പ്ലേസ് ത്രൂ സൈൻസ് ഓഫ് ബ്രെഡ് ആൻഡ് വൈൻ ഇസ് എ ഫാക്ട്. അത് എന്തുമാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് ബുദ്ധിമുട്ടാണ് മാനുഷികമായി ചിന്തിക്കുമ്പോൾ. പക്ഷേ ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ അനുരഞ്ജന ശുശ്രൂഷയിൽ നമ്മൾ അനുരഞ്ജിതരാകണം. വിഭജന ശുശ്രൂഷയിൽ ഈശോയുടെ മരണവും ഉത്ഥാനവും വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് കാണാൻ നമുക്ക് കഴിയണം. ഇത് കഴിഞ്ഞാലാണ് അടുത്ത ഭാഗമാണ് ദൈവൈക്യ ശുശ്രൂഷ. നമ്മൾ വീണ്ടും രണ്ടാമത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ അപ്പാ എന്ന് രണ്ടാമത്തെ വിളി വിളിക്കുന്നു. ഇവിടെ വേറെ അർത്ഥമാണ് അപ്പ എന്നുള്ള വിളിക്ക്. ഞങ്ങളൊക്കെ പാപം മൂലം ദൈവമക്കളുടെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അനുരഞ്ജന ശുശ്രൂഷയിലൂടെ നീ ഇതാ ഞങ്ങളെ വീണ്ടും മക്കളാക്കി മാറ്റി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ യോഗ്യതയോടെ വിളിക്കുകയാണ്, അപ്പാ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ. കണ്ടോ, ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. കുർബാനയിൽ പങ്കുചേരുമ്പോൾ ഇത് ചുമ്മാ വന്ന് കണ്ടു പോകുന്നൊരവസ്ഥയല്ല. ഈ കൊറോണ കാലത്ത് നമ്മൾ മീഡിയ വഴി ടി വിയിലൊക്കെ കുർബാന കണ്ട് അറിയാതെ ജീവിതബന്ധിയല്ലാത്തൊരു കുർബാന സ്റ്റൈലിലേക്ക് കുറേ പേരെങ്കിലും വന്നോന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഞാൻ ജീവിതബന്ധിയാക്കി മാറ്റണം. എൻ്റെ ജീവിതത്തിൽ മാറ്റം മാറണം, മാറ്റം വരുത്തണം. വിശ്വാസത്തോടുകൂടി ഈശോയെ സ്വീകരിക്കണം. തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നടക്കും. അടുത്ത ഭാഗമാണ് ഈശോയെ സ്വീകരിക്കുന്ന ഭാഗം. അതിൽ തുടക്കത്തിലാണ് നമ്മൾ ദൈവൈക്യ ശുശ്രൂഷ. അതിലാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ, നഷ്ടപ്പെട്ട ദൈവമക്കളുടെ സ്ഥാനം വീണ്ടും കിട്ടിയ മക്കളിതാ വിളിക്കുന്നു അപ്പാ. അതിനുശേഷമാണ് നമ്മൾ ഈശോയെ സ്വീകരിക്കുക. കുർബാനയിൽ പങ്കുചേരുമ്പോഴൊക്കെ കുർബാന സ്വീകരിക്കണം. കാരണം ഈശോ കുർബാന സ്വീകരിക്കാത്തൊരു കുർബാന സ്ഥാപിച്ചിട്ടില്ല. ഇതെൻ്റെ ശരീരമാകുന്നു, രക്തമാകുന്നു, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുക, പാനം ചെയ്യുക. അപ്പം ചെറിയ ചോദിക്കും, പിതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും തിരുരക്തം തരുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോ, വിഭജന ശുശ്രൂഷയിൽ വിഭജിച്ച ഭാഗങ്ങൾ തിരുരക്തത്തിൽ മുക്കുമ്പോൾ ശരീരവും രക്തവുമായുള്ള സംയോജനം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തിരുശരീരം മാത്രം സ്വീകരിച്ചാലും ഇരു സാദൃശ്യങ്ങളിലാണ് സ്വീകരിക്കുന്നത്. ഇനി എവിടെയെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇരു സാദൃശ്യങ്ങളിൽ കൊടുത്താലും വിരോധമില്ല, കുറച്ച് പേരൊക്കെ ഉള്ളെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ. അപ്പൊ കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് ശക്തി പ്രാപിക്കുകയാണ്. ഈ അമ്മമാർ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കി വിടില്ലേ സ്കൂളിലേക്ക് ജോലിക്കൊക്കെ, ചോറൊക്കെ കൊടുത്ത്. അതുമാതിരി ഈശോ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ ഒന്നാമത്തെ മണിക്കൂറിൽ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി തൻ്റെ ശരീരവും രക്തവുമാകുന്ന ഭക്ഷണവും പാനീയവും നൽകിക്കൊണ്ട് നമ്മുടെ മസിൽ ഉറപ്പിച്ച് വിടുകയാണ്. 23 മണിക്കൂർ, ബാക്കിയുള്ള 23 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് വിടുന്നത്. നമ്മുടെ കുർബാനയുടെ ദൈർഘ്യം ഒരു ദിവസം 24 hours ആണ്, 24 മണിക്കൂറാണ്. അതാണ് ബലിജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യ മണിക്കൂറാണ് പള്ളിയിൽ കർത്താവ് വിളിച്ചു വരുത്തി തൻ്റെ ശരീരവും രക്തവുമാകുന്ന ഭക്ഷണവും പാനീയവും തന്ന് നമ്മുടെ മസിലൊക്കെ ഉറപ്പിച്ച് വിടുകയാണ്. എന്തിനാണെന്നറിയാവോ? കുർബാനയുടെ രണ്ടാം ഭാഗത്തേക്ക്, 23 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുർബാനയുടെ രണ്ടാം ഭാഗത്തേക്ക്, ദിവസത്തിൽ 23 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഭാഗമാണത്. അതാണ് സമാപന ശുശ്രൂഷയിൽ നമ്മൾ കാണുക. ആശീർവദിച്ചയക്കുന്നു ആളുകളെ. എന്തിനാണെന്നറിയാവോ? ലൂക്ക 10:25-37 പറയുന്നുണ്ട് നല്ല ശമറായൻ്റെ ഉപമ. എന്നിട്ട് പറയുന്നോ, നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറയുന്നില്ലേ? അതെ,
സമാപന ആശീർവാദം. നല്ല ശമറായനെ പോലെ അവശത അനുഭവിക്കുന്നവൻ്റെ അടുത്ത് ചെന്ന് അവന് ശുശ്രൂഷ ചെയ്യാനായിട്ട് നിന്നെ അനുഗ്രഹിച്ചയക്കുന്ന ഭാഗമാണ് കുർബാനയുടെ അവസാന ഭാഗം, സമാപന ശുശ്രൂഷ. നമ്മുടെയൊക്കെ കുർബാന പള്ളിയിൽ കഴിഞ്ഞു. പിന്നെ ചിലപ്പോൾ ചില പള്ളികൾ കണ്ടിട്ടുണ്ട്, നല്ല ചെരുപ്പുണ്ടെങ്കിൽ അതെടുത്തിട്ട് പോവുക. കുർബാനയുടെ സമാപനം അവിടെയല്ല. കുർബാനയുടെ സമാപനം 24 മണിക്കൂറും നീണ്ടു നിൽക്കുന്നതാണ്. അതൊക്കെ 24 മണിക്കൂർ കഴിയുമ്പോഴേ കുർബാന തീരുന്നുള്ളൂ ഒരു ദിവസം. അവശരിലേക്ക് തിരിയണം. ആ തിരിച്ചലില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ നട്ടം തിരിച്ചിലൊക്കെ. ലൂക്ക 3:11 പറയുന്നു, രണ്ടുടുപ്പുള്ളവൻ ഒന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവൻ അങ്ങനെ ചെയ്യട്ടെ. രണ്ടുടുപ്പുള്ളവൻ ഒന്നും ഇല്ലാത്തവന് കൊടുക്കുന്നില്ലെങ്കിൽ, ഭക്ഷണമുള്ളവൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളാരും സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയില്ല. മറക്കണ്ട. മത്തായി 25:40 പറയുന്നുണ്ട്, എനിക്ക് ദാഹിച്ചു കുടിക്കാൻ തന്നോ, വിശന്നു ഭക്ഷിക്കാൻ തന്നോ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഈ എളിയരയിൽ ഒരു ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈശോയ്ക്ക് ചെയ്യുന്നതാണ് നീ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ. ജാതിയും മതവും നോക്കാതെ അവശത അനുഭവിക്കുന്നവനെ കണ്ടെത്തി അവനെ സഹായിക്കണം. അതിന് നിന്നെ ശക്തിപ്പെടുത്ത കുർബാന മാത്രമാണ്. അവശരിൽ യേശുവിനെ കണ്ടുകൊണ്ട് എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാര് യേശുവിനെ, ഉത്തിതനായ യേശുവിനെ കണ്ണുകൾ തുറന്ന് കണ്ടതുപോലെ പാവപ്പെട്ടവന്റെ മുഖത്ത്, അവശത അനുഭവിക്കുന്നവന്റെ മുഖത്ത് യേശുവിനെ കണ്ടുകൊണ്ട് അവനെ സഹായിക്കാൻ വേണ്ടി നിന്റെ മസിൽ ഉറപ്പിച്ചു വിടുന്ന കൂദാശയാണ് കുർബാന എന്ന കൂദാശ. ഈ തിരിച്ചരി നമുക്കുണ്ടാകണം, അവശരിലേക്കുള്ള തിരിച്ചര്. മറ്റു നട്ടം തിരിച്ചരികളൊക്കെ മാറണമെങ്കിൽ ഈ അവശരിലേക്ക് തിരിയാനായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വന്നാൽ ഈശോ നമ്മെ അനുഗ്രഹിക്കും. കുർബാന വലിയൊരു ഊർജമായി, ശക്തിയായി മാറും നമ്മുടെ ജീവിതത്തിൽ. മറക്കണ്ട, ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫ്ര, അനുരഞ്ജന ശുശ്രൂഷ 1-ാം ഭാഗം, വിഭജന ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷ 2-ാം ഭാഗം, ദൈവൈക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. സ്വന്തം ശരീരവും രക്തവും പങ്കിട്ട് തരുന്ന കർത്താവിൻ്റെ സ്നേഹം എന്നെ അനുഗ്രഹിച്ചയക്കുന്നു. നീയും പോയി ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുക. നീയും പോയി നിന്റെ ശരീരവും രക്തവും മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുക. നിന്റെ ആയുസ് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുക, അവസരം സഹായിക്കാൻ. വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം അടയാളങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ദിവ്യബലിയിൽ പങ്കുചേർന്ന് നമുക്കും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും ലോകം മുഴുവനും വേണ്ടി നമുക്ക് അനുഗ്രഹങ്ങൾ നേടാം.